ഇദ്ദേഹത്തെ പറ്റി ഇപ്പൊ എന്താ പറയാ? അതായത് ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. സാധാരണ നമ്മൾ ബാലതാരങ്ങളെ കാണുമ്പോൾ ചെറുതായിട്ട് കാണും, പിന്നെ വലുതായി കഴിയുമ്പോഴായിരിക്കും സിനിമയിലൊക്കെ സജീവമായി കാണുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഏജിലും അഭിനയിച്ച സിനിമകൾ എല്ലാം ഹിറ്റ് സിനിമകളുമാണ്. അത് മാത്രമല്ല, മലയാള സിനിമയിൽ ശബ്ദം കൊണ്ട് ട്രേഡ് മാർക്ക് കുറിച്ച ഒരു വ്യക്തിയും കൂടെയാണ് ഇദ്ദേഹം. ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, വ്യക്തിത്വം കൊണ്ടും നല്ല അടിപൊളി ഫാൻസ് ഉള്ള ഒരാളാണ്. ഇന്ന് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ തഗ്ഗുകൾ ഏറ്റവും കൂടുതൽ അടിച്ചുവിടുന്ന ഒരു നടനും കൂടിയാണ്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചേട്ടൻ. അങ്ങനെ തൊഴുതതിനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മലയാളത്തിലെ ഒരുപാട് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നടനാണ്. നമ്മൾ അങ്ങനെ തൊഴുതയെ പറ്റി അല്ല ബൈച്ചേട്ടൻ, എനിക്ക് ഇതും കൂടെ അറിഞ്ഞിട്ട് ബൈച്ചേട്ടൻ അതായത് തൊഴുതപ്പോ ഒരു അനുഗ്രഹം കൊടുത്തല്ലോ. ഈ എന്ത് വരമാണ് കൊടുത്തത്? ഇനിയെങ്കിലും നന്നാവണേ. അതിനല്ല ഇത്രയും കുനിഞ്ഞത്. അത് നിന്റെ എളിമ കൊണ്ട് എളിമ അത് മനസ്സിലായി. ഇനി നീ ഇന്ന് മുതൽ നോക്കിക്കോ, നിനക്ക് ഒരു പടി കിട്ടുമോ? ബൈച്ചേട്ടാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. മനോജേട്ടൻ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ ഭാഗവാക്കായിട്ട് വന്നിട്ടുണ്ട്. ബൈച്ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഈ ഫൺസ് അപ്പോൺ എ ടൈം 222 എപ്പിസോഡുകളാണ് പൂർത്തിയാക്കി. ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് ആണ്. വലിയ സമ്മാനത്തുക കാത്തിരിക്കുന്നവരാണ്. സമ്മാനത്തുകാർക്ക് ഇവർക്കോ? ശരി, അവർക്ക് ഫൈനലിൽ ജയിക്കുന്നവർക്കൊക്കെ സമ്മാനമൊക്കെ ഉണ്ട്. നമുക്കോ സമ്മാനമില്ല, അവർക്കെങ്കിലും കിട്ടട്ടെ. അപ്പോൾ ബൈച്ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ ഇപ്പം നേരത്തെ ഇതിനിടയിൽ എപ്പോഴോ വിലയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പോൾ വിലക്കയറ്റമൊക്കെ നമ്മൾ വലിയ പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട്. അന്നൊരു വലിയ പരാതി, പൂച്ചക്കര് മൂക്കുത്തി എന്ന് പറയുന്ന പടം ഞാൻ കുട്ടിക്കാലത്ത് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പം ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ പാലും കുപ്പി ഒരു വെള്ളം നിറയ്ക്കുക, പാല് ഫിനായിലിൻ്റെ കളറായി കലക്കി. അപ്പോൾ ശങ്കരേട്ടനോ ലാലേട്ടനോ ആലോചിക്കും, എന്താണ് ഇത്ര വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചപ്പോൾ ബൈച്ചേട്ടൻ, സർക്കാർ ആഴ്ചക്ക് വില കൂട്ടുന്നുണ്ട് എല്ലാത്തിനും, പശു പാല് മാത്രം കൂട്ടുന്നില്ല എന്ന്. ആ സിനിമയിലെ ചേട്ടൻ്റെ ഡയലോഗാണിത്. കുറെ ഞാൻ പിന്നെ മറ്റേ ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മറ്റേ പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച രംഭയെ പോലെ ആ പാട്ടില് ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ സമയത്ത് ബൈച്ചേട്ടൻ വന്നിട്ട് എന്നിട്ടോ ചോദ്യമുണ്ട്. ബൈച്ചേട്ടനെ പറ്റി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഞാൻ ബൈച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയിൽ 2 പേര് തമ്മിലും നമ്മൾ വിചാരിക്കാത്തൊരു സാമ്യതയുണ്ട്. അതായത് ബൈച്ചേട്ടന് വിജയ്ക്ക് മാത്രമേ ഈ കഴിവുള്ളൂ. കാരണം വിജയും ബൈച്ചേട്ടനും വായ തുറക്കാണ്ട് വർത്താനം പറയാൻ പറ്റും. ലവ് എങ്கிறது കോളേജ് പഠിക്കുന്ന ബുക്ക് മാതിരി യാർക്ക് വേണ പാടുകളാ. ഇങ്ങനെ വിജയ് പറയുന്ന പോലെ തന്നെ എന്താ പൊന്ന് ചേച്ചി എനിക്ക് കോളേജ് പോകാനായിട്ട് അങ്ങനെ ഒരു ചെറിയ വിജയ് വരെ കിടപ്പുണ്ട് ഇതിനകത്ത്. നീ വാ തുറക്കാൻ ഇത്രയും കാലം കണ്ട കാശൊക്കെ ഉണ്ടാക്കിയല്ലേ? 2000 നമ്മളിവിടെ അലച്ചു കെട്ടി ഏതെല്ലാം പടത്തി അലറി വിളിച്ച് അഭിനയിച്ചിട്ട് ഇതൊക്കെ ഒരു നാക്കാടാ. നീ ഇനിയെങ്കിലും പഠിക്കുന്നതൊക്കെ.